ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാം ഓണം സദ്യയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുമായിരിക്കും അല്ലേ? ഞങ്ങളുടെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ കണ്ടേ വരൂ, നമുക്ക് കാണാം. എൻ്റെ സാമ്പാർ എങ്ങനെയുണ്ട് ഗായ്സ്, കൊള്ളാമോ? ഞങ്ങൾ സിമ്പിളായിട്ടാണ് ഇന്ന് ഓണത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ഒരു സാമ്പാർ, ഇഡലി. അപ്പുക്കുട്ടൻ്റെ ഫേവറേറ്റാണ് സാമ്പാറും ഇഡലി. അതുകൊണ്ട് ഞങ്ങളിന്ന് സിമ്പിളായിട്ട് സാമ്പാറും ഇഡലിയും ഉണ്ടാക്കി. പിന്നെ ഒരു മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, എന്തായാലും അത് നടന്നില്ല. ഞങ്ങളിന്ന് ഒരു ചെറിയ അത്തപ്പൂ, ഇന്നലെ ഞങ്ങൾ മുല്ലക്കയിൽ പോയ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, അവിടുന്ന് ഞങ്ങൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഒരു ചെറിയ അത്തപ്പൂവാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിങ്ങനെ പൂ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. രാജേട്ടൻ മണ്ണ് ഒക്കെ ഇടാനായിട്ട്, അത്തിടാനുള്ള മണ്ണെല്ലാം എടുക്കാൻ പോയിരിക്കുവാണ്. ഞാൻ പോയി ഇങ്ങനെ കിള്ളി എല്ലാം റെഡിയാക്കി കൊടുക്കണം. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നത്തമിടുന്നത്. ഓണത്തിൻ്റെ തലേ ദിവസം മുല്ലയ്ക്ക് തെരുവിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് പൂ കിട്ടും കേട്ടോ. ഒരു കിറ്റിന് 100 രൂപ വെച്ചൊക്കെ നല്ല ലാഭത്തിന് അവിടെ പൂ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഒരു ചെറിയൊരത്തമൊക്കെ അത്യാവശ്യം ഇടാനുള്ള പൂവുണ്ട്. അത്തം ഇടാൻ തുടങ്ങി കേട്ടോ. ഞാനിവിടെ പൂ കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. അശ്ശാനൊരു മോഡലൊക്കെ വരച്ച് അത്തപ്പൂ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിരുവാവണിലാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മനസ്സാ. നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പൂ വേണ്ടേ? രാജമല്ലിന്ന് ഞങ്ങളൊരു പൂ പറിക്കുകയാണ്. ബാക്കി എല്ലാ പൂവും ഞങ്ങൾ വാങ്ങിച്ചതാണേ. കൊള്ളാമോ? എനിക്കൊരാഗ്രഹമേ, നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു പൂ വേണ്ടേ? ഞങ്ങൾക്കൊരു രാജമല്ലി ഉണ്ട്. അപ്പോൾ ആ രാജമല്ലിയിൽ പൂ പറിച്ച് ഞങ്ങൾ സെൻറ്ററിൽ വെക്കാൻ പോവുകയാണേ. നമ്മുടേതായ ഒരു പൂവ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പൂ വേണ്ടേ? ഇതൊരു രാജമല്ലിന്ന് ഞങ്ങളൊരു പൂ പറിക്കുകയാണ്. ബാക്കി എല്ലാ പൂവും ഞങ്ങൾ വാങ്ങിച്ചതാണേ. കൊള്ളാമോ? ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സദ്യവട്ടങ്ങളൊക്കെ റെഡിയാണേ. പുഞ്ചേരി ചോറ്, സാമ്പാർ ഓൾറെഡി രാവിലെ ഇഡലിയിലൂടെ വെച്ചതാണ്. പിന്നെ കറിനാരങ്ങ അച്ചാർ, ഇതെന്തുവാണ്, ബീറ്റ്റൂട്ട്. ഇതിനെന്താ പറയുക? കമൻറ്റ് ചെയ്യണം കേട്ടോ. ബീറ്റ്റൂട്ട് പച്ചടിയോ ബീറ്റ്റൂട്ടിൽ തൈര് ചേർത്ത് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പുളിശ്ശേരി, കുമ്പളങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ. കുമ്പളങ്ങ പുളിശ്ശേരി, അവിയൽ. ഇങ്ങനെയുണ്ട് എൻ്റെ അവിയൽ. പിന്നെ ഇത് പുളിയിഞ്ചി കറി. പിന്നെ ഇത് സേമിയ പായസം, പരിപ്പ് പായസം. രാജുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പരിപ്പ് പായസമേ. പിന്നെ ഇതിൽ അറിയാമല്ലോ, ഇതൊക്കെ ഞങ്ങൾ ഇത് രാജുവേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞങ്ങളുടെ ചിപ്സ്, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പപ്പടം, പഴം. ഇനി എന്നാ ഫസ്റ്റ് ടൈം തുടങ്ങും. ഞങ്ങൾ സദ്യയിൽ എപ്പോഴും ഞങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു വിഭവമുണ്ട് കേട്ടോ. ഇതാണ് ആ വിഭവം. എന്താന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഹാപ്പി ഓണം.